കഴിഞ്ഞ 18 വർഷമായി CPM-ന്റെ മൈലി ഏരിയയിലെ കേരളം ഒട്ട ബ്രാഞ്ച് സെക്രട്ടറിയുമായിട്ടുള്ള ശ്രീ KKS സോമൻ, ശ്രീ അജിത് പാറക്കണ്ടൻ, മേച്ചേരി എടക്കാട് മണ്ഡലം, ശ്രീ മുത്തേടൻ നാരായണൻ, കൊടിക്കളം സ്വീകാര്യം കോൺഗ്രസ് പാർട്ടി ഉപയോഗിച്ചുകൊണ്ട് ശ്രീ നാരായണൻ BJP-യിലെ അംഗത്വമെടുക്കുകയാണ്. ശ്രീകണ്ഠാപുരം സ്വദേശിയാണ്. വന്ദേ മാതരം വന്ദേ മാതരം സുജലാം സുഫലാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം ശുഭ്രജ്യോത്സ്നാ പുളകിതയാമിനി പുല്ലകുസുമിത ദ്രുമദള ശോഭിനി സുഹാസിനി സുമധുരഭാഷിണി സുഖദാം വരദാം മാതരം വന്ദേ മാതരം വന്ദേ മാതരം. ഭാരത് മാതാ കി ജയ്. വികസിത കേരളം കൺവെൻഷൻ ഏപ്രിൽ 21 മുതൽ മെയ് 10 വരെ സംസ്ഥാനത്തെ 30 സംഘടനാ ജില്ലകളിലും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ നേതൃത്വത്തിൽ നടക്കുകയാണ്. കണ്ണൂർ നോർത്ത് ജില്ലയുടെ കൺവെൻഷൻ പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. നിശ്ചയിക്കപ്പെട്ട കാറ്റഗറി, പഞ്ചായത്ത് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറിമാർ ഉപരിയുള്ള കാര്യകർത്താക്കളാണ് ഇന്നത്തെ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നത്. 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ്, പിന്നീട് 6 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, ഇതിൽ പ്രവർത്തകന്മാരെ സന്നദ്ധരാക്കുക, ഒരുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ കൺവെൻഷന്റെ ഭാഗമായിട്ടുണ്ട്. ബലിദാനികളുടെ മണ്ണാണ് കണ്ണൂർ. ആ കണ്ണൂർ BJP വിജയക്കൊടി നാട്ടുന്ന കാലം ആസന്നമാണ്. കണ്ണൂരിന്റെ പല മേഖലകളും ഇന്ന് BJPക്ക് അനുകൂലമാണ്. ആ അനുകൂലമാകുന്ന സാഹചര്യം ജനാധിപത്യ സംവിധാനത്തിൽ, ജനകീയ പോരാട്ടത്തിൽ BJPക്ക് സുസാധ്യമായ എല്ലാ സാഹചര്യങ്ങളും വന്നു ചേർന്നിരിക്കുന്നു. വികസിത കേരളം വികസിക്കേണ്ടതിന്റെ ആവശ്യകത നമുക്ക് എല്ലാവർക്കും അറിയാം. ദേശീയ രംഗത്ത് BJP അതിന്റെ വികസന പാതയിലേക്ക് രാജ്യത്തെ നയിക്കുമ്പോ, നരേന്ദ്രമോദി ഗവൺമെന്റ് നയിക്കുമ്പോ കേരളത്തിലെ സ്ഥിതി ദയനീയമാണ് എന്ന് പറയേണ്ടതില്ല. 70 വർഷം പൂർത്തിയാവാൻ പോകുന്നു കേരളം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം. മാറി മാറി ഭരിച്ചത് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരുടെയും മുന്നണികളാണ്. സമസ്ത മേഖലയിലും ഈ സംസ്ഥാനത്തിന് ദയനീയ പരാജയമാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിൽ നിന്നും മാറേണ്ടുന്ന സാഹചര്യം, മാറ്റേണ്ടുന്ന സാഹചര്യം നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട്, പൊതുജനങ്ങൾക്ക് ആകമാനം ബോധ്യമുണ്ട്.
ജനങ്ങളുടെ ആ ബോധ്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വികസിത കേരളം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ എല്ലാ ജനങ്ങളുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഷണം അവസാനിപ്പിക്കുന്നു. നമസ്കാരം. വന്ദേ മാതരം. പ്രിയമുള്ളവരെ, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കേരളത്തിലെ 30 സംഘടനാ മണ്ഡലങ്ങളിലും യാത്ര ചെയ്തുകൊണ്ട് നമ്മുടെ സംഘടനയെ ശക്തിപ്പെടുത്തി വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ അജയ്യമായ വിജയം നേടിയെടുക്കാൻ വേണ്ടി നമ്മുടെ ആദരണീയ അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി യാത്ര തുടരുകയാണ്. 8 സംഘടനാ മണ്ഡലങ്ങളിൽ പരിപാടി കഴിഞ്ഞ് 9ാമത്തെ മണ്ഡലങ്ങളിലേക്ക് വീരബലിദാനികളുടെ മണ്ണായ കണ്ണൂർ ജില്ലയിലേക്ക് ഇന്ന് യാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ്. മാറാത്തത് ഇനി മാറും, ഇല്ലെങ്കിൽ ഞങ്ങൾ അത് മാറ്റിയെടുക്കും എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഒരു പരിവർത്തനത്തിന് വേണ്ടി, കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു പോരാട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള യാത്രയാണ്. ഈ യാത്രയിൽ ഈ ബലിദാനികളുടെ കുങ്കുമ ഹരിത പതാകയ്ക്ക് വേണ്ടി, അതിനെ വാനിൽ ഉയർത്താൻ വേണ്ടി ഒട്ടനവധി ബലിദാനികൾ നമുക്കിവിടെ കാണേണ്ടി വന്നിട്ടുണ്ട്. ആ ബലിദാനികളെ ഓർമ്മിച്ചുകൊണ്ട് മാറാതെ കിടക്കുന്ന എല്ലാത്തിനെയും മാറ്റും കേരളവും ദേശീയ ധാരയിലേക്ക് നമ്മൾ കൊണ്ടുപോകും എന്ന ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് നാളെ മുതൽ സമാജത്തിലിറങ്ങി ജനങ്ങളെ ബോധ്യപ്പെടുത്താനുള്ളതായ ഒരു പരിപാടിയുടെ ഭാഗമായിട്ടുള്ള യാത്രയാണ് വികസിത കേരളം എന്ന സങ്കല്പത്തിൽ ഊന്നിക്കൊണ്ട് നമ്മൾ നടത്തുന്നത്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കൊക്കെ ആദരണീയമാണ്. ഞാൻ പറഞ്ഞു, മുൻ കേന്ദ്രമന്ത്രി ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയെ ബലിദാനികളുടെ മണ്ണിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും കണ്ണൂർ നോർത്ത് ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ആർദ്രമായി സ്വാഗതം ചെയ്യട്ടെ. അതോടൊപ്പം ഒരു നീണ്ട ഒരു നേതൃനിര നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ സംസ്ഥാന മുൻ അധ്യക്ഷൻ, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജില്ലക്കാരനായിട്ടുള്ള ആദരണീയ ശ്രീ PK കൃഷ്ണദാസ് ജി ഈ പരിപാടിയിൽ ആദ്യാവസാനം പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹവും നമ്മുടെ കൂടെ ഇവിടെ നേതൃനിരയിൽ നിന്നുകൊണ്ട് നമ്മളെ നയിക്കാൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഹാർദവമായി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും തലമുതിർന്ന കാര്യകർത്താവായിട്ടുള്ള ശ്രീ CK പത്മനാഭൻ പപ്പാട്ടൻ നമ്മുടെ മുമ്പിലുണ്ട്. രാവിലെ മുതലേ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹവും നമ്മെ നയിക്കുവാൻ വേണ്ടി നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ദേശീയ നമ്മുടെ ആദരണീയ ശ്രീ മുൻ MP മുൻ MLA ആയിട്ടുള്ള ശ്രീ AP അബ്ദുള്ളക്കുട്ടി അവർ ദേശീയ വൈസ് പ്രസിഡന്റ് നമ്മുടെ കൂടെ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ആരാധ്യനായിട്ടുള്ള നമ്മുടെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് നമ്മുടെ കൂടെയുണ്ട്. സംസ്ഥാന ജനറൽ സെക്രട്ടറി
സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും നമുക്ക് എല്ലാവർക്കും പരിചയപ്പെടുത്തേണ്ട, MTയെ പരിചയപ്പെടുത്തേണ്ട കാര്യം എന്താ പറയാ, നമ്മുടെ പാർട്ടിയെ മുന്നിൽ നിന്നുകൊണ്ട് അതിശക്തമായി വർഷങ്ങളായി മുന്നിൽ നിർദ്ദേശിച്ചുകൊണ്ട് നയിക്കുകയാണ്. അദ്ദേഹത്തെയും സഹർഷം ഈ ഒരു വികസിത കേരളം കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ തന്നെ ഈ പരിപാടി സംബന്ധിക്കുന്ന നമ്മുടെ കണ്ണൂർ ജില്ല, നോർത്ത് ജില്ലയിലെ ഏറ്റവും മുതിർന്ന, നമ്മുടെ കൂടെയുള്ള മുതിർന്ന സംസ്ഥാന സെക്രട്ടറി ആദരണീയ ശ്രീ K രഞ്ജിത്ത് നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും സഹർഷം ഈ വികസിത കേരളം കൺവെൻഷനിലേക്ക് ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ മുൻ ജില്ലാ അധ്യക്ഷന്മാരായിട്ടുള്ള ശ്രീ A ദാമോദരേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ മുൻ അധ്യക്ഷനായിട്ടുള്ള ശ്രീ PK വേലായുധൻ, അദ്ദേഹവും നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും സഹർഷം ഈ കൺവെൻഷനിലേക്ക് സ്വാഗതം ചെയ്തു. അതുപോലെ തന്നെ ദേശീയ കൗൺസിൽ അംഗമായിട്ടുള്ള നമ്മുടെ ആദരണീയ കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ട് പാർട്ടിക്ക് നേടിത്തന്ന ശ്രീ രഘുനാഥ വർഗർ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ S സുരേഷ്, നമുക്കെല്ലാവർക്കും പരിചയപ്പെടേണ്ട കാര്യമില്ല, ചാനലിലൂടെ നമ്മുടെയൊക്കെ ആ ഒരു ലക്ഷ്യബോധത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ളതായ പോരാട്ടത്തിൽ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കന്മാരോട് പടവെന്ന് ചാനലിലൂടെ നമ്മുടെ ലക്ഷ്യം തുറന്നു കാട്ടുന്ന, സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചാനൽ ചർച്ചയിലൂടെ അതിശക്തമായ രീതിയിൽ നമ്മുടെ സംഘടനയ്ക്ക് വേണ്ടി പോരാടുന്ന സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം തിരുവനന്തപുരം സ്വദേശിയാണ്, ശ്രീ രാജീവ് ചന്ദ്രശേഖരയുടെ കൂടെ ഈ യാത്രയിൽ ഉടനീളം ആദ്യാവസാനം പങ്കെടുക്കുന്ന മാന്യദ്ദേഹമാണ് ശ്രീ S സുരേഷ് അഡ്വക്കേറ്റ് S സുരേഷ് സഹർഷം ഈ വികസിത സെമിനാറിലേക്ക് ക്ഷണിക്കുക. ജില്ലാ ഭാരവാഹികൾ, ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ TC മനോജ്, അതുപോലെ തന്നെ ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ അജികുമാർ കരിയിൽ, മറ്റു നമ്മുടെ ജില്ലാ നേതൃത്വം, നമ്മളെ നയിക്കുന്ന പുതിയ ജില്ലാ നേതൃത്വം നമ്മുടെ വേദിയിൽ ഉപവിഷ്ടരായിട്ടുണ്ട്. ഓരോരുത്തരുടെയും പേര് പറയുമ്പോൾ അതിന്റെ നമ്മുടെ സമയം അരമണിക്കൂർ നമ്മൾ താമസിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എല്ലാവരെയും പേരെടുത്ത് പറയാതെ നമ്മുടെ മഹിളാ പ്രതിനിധികളെയും അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ നേതാക്കന്മാരെയും എല്ലാവരെയും ഈ വികസിത കേരളം കൺവെൻഷനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിയുടെ അധ്യക്ഷതയിൽ ഞാൻ വിനോദ് മാഷ അവസാനം പറയാൻ വെച്ചിട്ടാട്ടോ. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ ജില്ലാ നേതൃത്വം, ജില്ലാ സംഘടനയെ നയിക്കുന്ന നമുക്ക് എല്ലാവർക്കും നമ്മുടെ കൂടെ വളരെ ചെറുപ്പം മുതൽക്ക് തന്നെ സംഘടനാ രംഗത്ത് സജീവമായി നമ്മുടെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ ആരാധ്യനായിട്ടുള്ള ജില്ലാ അധ്യക്ഷൻ ശ്രീ KK വിനോദ് കുമാർ, അദ്ദേഹമാണ് ഈ പരിപാടിയുടെ അധ്യക്ഷൻ. അദ്ദേഹത്തെ ഈ പറയുന്ന പ്രവർത്തകന്മാരുടെ മുന്നിൽ എല്ലാവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ വന്നു ചേർന്ന പഞ്ചായത്ത് ഏരിയ ജനറൽ സെക്രട്ടറി ഉപരി കാര്യകർത്താക്കന്മാർ നമ്മളാണ്. ഈ നോർത്ത് ജില്ലയുടെ വരുന്ന 2 തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട പ്രവർത്തകർ, നമുക്ക് വേണ്ടിയിട്ടുള്ള മാർഗനിർദ്ദേശം നൽകാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര. ഈ സെഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ സെഷനിലേക്ക് നമ്മുടെ പാർട്ടിയെ എങ്ങനെ ശക്തിപ്പെടുത്തണം എന്നതിനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള ഒരു ചർച്ച നടക്കും. ആദ്യാവസാനം നമ്മൾ എല്ലാവരും ഈ പരിപാടിയിൽ പങ്കെടുക്കണം. ഈ കൺവെൻഷനിൽ പങ്കെടുത്ത മുഴുവൻ പഞ്ചായത്ത് ഏരിയ ജനറൽ സെക്രട്ടറി, പ്രസിഡന്റ്, മണ്ഡലം ഭാരവാഹികൾ, മണ്ഡലം പ്രസിഡന്റ്, മണ്ഡലം ജനറൽ സെക്രട്ടറിമാർ, അതുപോലെ തന്നെ മറ്റ് പ്രധാനപ്പെട്ട ചുമതലയുണ്ടായിരുന്ന കാര്യകർത്താക്കന്മാർ, ഇവരെല്ലാവരെയും ഈ വികസിത കേരളം കൺവെൻഷനിലേക്ക് ആർദ്രമായി സ്വാഗതം ചെയ്തുകൊണ്ട്